ഹലോ ഗൈസിലേക്ക് നമ്മൾ മറ്റൊരു എല്ലാ കിലോമീറ്റർ അപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഇന്ത്യൻ ബൈക്സിൻ്റെ വീഡിയോ ഗൈസ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മൾ ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും നമ്മൾ ഡോഗീനെ നമ്മൾ ബീച്ചിൽ കൊണ്ടുപോകുന്നത് കറക്കാൻ കൊണ്ടുപോകുന്നത് പറയുന്നുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടില്ല ഗൈസ്. നമ്മൾ ഡോഗിയൊക്കെ എപ്പോഴും പെട്ടെന്നാണ് ഗൈസ്. നമ്മൾ ഡോഗിക്കത്തെ പേര് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ പറയാം ഗൈസ്. ബ്രൂണോ എന്നാണ് നമ്മൾ പേരെടുക്കണം. ബ്രൂണോ കുട്ടാ ബ്രൂണോ കുട്ടൻ കുറക്കണൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലേക്ക് അടിച്ചിട്ടിരിക്കുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാണ് ഗൈസ്. എന്നിട്ട് നമുക്ക് നേരെ വണ്ടി എടുത്ത് നമ്മുടെ ചക്കരയും കഴിച്ചുകൊണ്ട് പോവാം ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അങ്ങനെ ഡ്രസ്സൊക്കെ ഒന്ന് ഞാൻ മാറ്റില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ടോപ്പിയും കാര്യങ്ങളൊക്കെ വെച്ച് വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും നേരെ പോവാം ഗൈസ്. നമ്മൾ ഡോഗീനെ വെച്ച് പോകണം ഗൈസ്. നമ്മൾ ഡോഗീനെയും ഭാര്യ ഡോഗിക്കുട്ടനെ കടിക്കുമെന്ന് കരുതി നമുക്ക് ഡോഗിക്കുട്ടനെ മെല്ലെ എടുത്ത് കാറിലിടാം ഗൈസ്. അത് നമ്മൾ ഡോഗിനെ കൊല്ലിയിലൊക്കെ നമ്മുടെ കാർ കയറ്റിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ജീറ്റാർ ഇട്ട പോലെ കരുതിയിട്ട് അത് വീഡിയോ കാണാൻ എല്ലാവരും കാണണം ഗൈസ്. അത് നമുക്ക് ഈ കഴിച്ചിട്ട് പോകണ്ട ഗൈസ്. അവിടെ ഷോറൂം ഉണ്ട് ഗൈസ്. ഒക്കെ നമുക്ക് ഈ കഴിച്ചിട്ട് പോകട്ടെ. ബീച്ചിൻ്റെ വഴിയ തന്നെയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളെ ജീറ്റാർ ഇട്ടാൽ പോകണം ഗൈസ്. അപ്പോൾ നേരെ നമുക്കിനി നമ്മളെ ബീച്ച് എത്തിയിട്ട് കാണാം ഗൈസ്. നമുക്കൊരു പാട്ടിട്ടാളോ ഗൈസ്. ഏതെങ്കിലും ഒരു പാട്ടിട്ടാണോ ഇടാളോ ഗൈസ്. ഏതെപ്പെടുമോ അല്ലെങ്കിൽ ആണ് ഗൈസ്. പാട്ടിന് വേണ്ട, എന്തിനാ പറയുക പാട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഞങ്ങളെ ബീച്ചിൽ പോവാം ഗൈസ്. ഓക്കെ, ഡോഗി പറഞ്ഞതിന് ഫുഡ് നമുക്ക് ഡോഗി കുറച്ച് ഫുഡാണ് കൊടുക്കുന്നത് ഗൈസ്. അതിൽ ഡോഗ് കുരക്കണൊക്കെ ഉണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് പെട്ടെന്ന് പൊട്ടിക്കോ. അല്ലെങ്കിൽ ഡോഗി ചാടിപ്പോകും ഗൈസ്. നമുക്ക് എന്തായാലും ഈ മാർക്കറ്റിൽ പോയി കുറച്ച് ഫുഡ് ഡോഗിക്ക് ഒന്ന് കൊടുക്കാം ഗൈസ്. എന്തെങ്കിലും ഓക്കെ, നമ്മളെ ഫുഡൊക്കെ വാങ്ങിയിട്ടുണ്ട് ഡോഗിക്ക്. ഡോഗി എന്തായാലും കാറിൽ തിന്നോളും ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഡോഗിക്ക് കൊടുക്കാം നമ്മുടെ ഫുഡ് ഗൈസ്. മറ്റേ ഇതില്ല ഗൈസ്, പറ്റാക്ക് കൊടുക്കുന്ന ഒരു സിപ്പപ്പില്ലാതെ വാങ്ങിക്കൊടുക്കുന്നത് ഞാൻ ഫുഡൊക്കെ ഉണ്ട് ഗൈസ്. അതെല്ലാം നമുക്ക് ഞങ്ങളുടെ ബീച്ച് സൈഡിലേക്ക് പോവാം. ഇവിടെ ബീച്ച് സൈഡ് എത്താനായിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഓക്കെ, ഇവിടെ കുറച്ച് കണ്ടെയ്നേഴ്സ് ഇപ്പോൾ ജീറ്റാറിന് എനിക്ക് പറ്റുമോ? ആ ഓൻ്റെ അടുത്ത് മാറ്റില്ല, ജീറ്റാറൊന്നും പറ്റല്ലോ. അവിടെ ചോറികൾക്ക് വാച്ചാടാ എത്ര കാശല്ലേ ഇത്ര കഷ്ടപ്പെട്ടുകൊണ്ട് ഇതൊക്കെ വാങ്ങി. അപ്പം എന്തായാലും നമ്മുടെ ബീച്ച് എത്തിക്കുന്ന ദിവസം നമുക്ക് എന്തായാലും ഇവിടെ ഇറങ്ങാം. നമ്മളെ ഡോഗിനെ എടുക്കണം. ഡോഗിക്കാണ് ഇതിൻ്റെ മെയിൻ ഇൻട്രസ്റ്റ് കേസ്. ഡോഗി ഇറങ്ങിയ അറിയില്ല കേസ്. എന്തായാലും നോക്കിയാൽ കേസ്. ഡോഗി ഇറങ്ങി അയ്യോ വെള്ളം പോയി. പോയി കൂടി വണ്ടിപ്പോൾ പോയെന്ന് വെള്ളത്തിൽ പോയി. ഇവിടെ നിർത്തിക്കാം. എന്തായാലും നമ്മുടെ ഡോഗിനെ വെള്ളത്തിൽ കളഞ്ഞോ നോക്കിയാൽ കേസ്. നമ്മുടെ ഡോഗിനെ ഒന്ന് എടുക്കട്ടെ ഞാൻ. ഓക്കെ, നമ്മൾ ഡോഗിക്ക് പേടിയാണ് വരാണെങ്കിൽ ഡോഗി ഇതുവരെ വന്നിട്ടാ ഇറങ്ങിക്കോളാം. നമുക്ക് പേടിയാ തോന്നുന്നു കേസ്. എന്തായാലും നമുക്ക് നീന്താം കേസ്. ഇവിടെ നിന്നുണ്ട് നമുക്ക് നീന്തക്കത്തിൻ്റെ കിങ്ങൊക്കെയാണ് കേസ്. നമ്മൾ ഡോഗി അവിടെ തന്നെ നിന്നോ. നീ വേണ്ട, ചിലപ്പോൾ നീ മുങ്ങിപ്പോവും. ഇത് നല്ല ആയൊക്കെ ഉണ്ട് കേസ്. അപ്പോൾ എന്താണ് നമുക്ക് നേരെ ഇങ്ങനെ നീന്തി നടക്കാം കേസ്. എൻ്റെ മോനെ പൊള്ളി ഓഹ് എന്താ രസം. ഓഹ് പൊളി എന്തൊരു രസമാണ്. എന്തായാലും നമുക്കിനി നേരെ നമുക്ക് വന്ന് കുളിച്ച് അതോ നമ്മളെ ഡ്രസ്സ് നമുക്ക് ഇഷ്ടത്തില്ലല്ലോ. എന്താ കേട്ടോ, ഡോഗി ഇറങ്ങിക്കോടാ. ഇവർക്ക് പേടിയായി. നമുക്കിവിടെ തള്ള ഇതിൻ്റെ ഉള്ളിൽ തള്ള കേസ്. ഓനെ നമുക്ക് തള്ള ഇവിടെ വേണ്ട കേസ്. അല്ലെങ്കിൽ മുങ്ങിപ്പോകുന്ന തോന്നുന്നു കേസ്. അല്ലെങ്കിൽ പട്ടികൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. നമുക്ക് എന്തായാലും ഇനി നേരെ വീട്ടിലേക്ക് പോകാതെ ചക്കന എടുക്കട്ടെ. നമുക്ക് കുറച്ച് കാഞ്ചെടുക്കാൻ വേണ്ടി കാണാം. എങ്ങനെ എന്താ ബീച്ച് പൊളിച്ചോ? കുഴപ്പമൊക്കെ ഉണ്ടല്ലോ ചക്കന് കേസ്. വെള്ളം നമുക്ക് എന്തായാലും ഇനി ഇവിടെ എവിടെയും റൂം എടുക്കണം കേസ്. നമുക്ക് ഞാൻ വീട്ടിലേക്ക് ചക്കനൊക്കെ ചെറിയൊരു 1 ട്രിപ്പ് എന്ന് പറഞ്ഞാൽ മതി. ചക്കന് പ്രവർത്തനമൊക്കെ വാടാ സോൺ വരുന്നുണ്ട്. എന്തായാലും മോനെ നേരെ നമുക്ക് ഇതിലേക്ക് കയറ്റാം കേസ്. അതാണ് നല്ലത്. നമ്മളിത് ഒരു വിധത്തിൽ പട്ടികൾ എടുത്താണ് നമ്മളെ ഇത് കഴിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് നേരെ നമുക്ക് പോവാ നമ്മളെ വീട്ടിലേക്ക് പോകുന്നത്. ഇതെന്താണ് നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ട് കാണാം ഗൈസ്. ഓക്കെ, നമ്മളിപ്പോൾ അങ്ങനെ വീട്ടിലെത്താനായിട്ടുണ്ട് ഗൈസ്. നമ്മളെ വീട് എത്തിയത് ഗൈസ്. എന്തായാലും ഓ മൈ ഗോഡ്, ഒരു ഇടത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് നമുക്ക് പറഞ്ഞാൽ മതി ഗൈസ്. എന്തായാലും നമുക്ക് നേരെ ഇനി നമ്മളെ വണ്ടി ഇവിടെ നിർത്തിയിടാം ഗൈസ്. ഓക്കെ, സാറ് വിളിക്കുന്നുണ്ടല്ലോ ഗൈസ്. എന്തായാലും നമുക്ക് നമ്മളെ ഡോഗിനെ ഉണ്ടല്ലോ അത് വിളിക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഡോഗീനെ ഇഷ്ടങ്ങാട് കൂട്ടിയിടാം ഗൈസ്. ഓക്കെ, എന്നിട്ട് ആരെ വിളിക്കണമെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഡോഗീനൊക്കെ എടുത്ത് കൂട്ടി വെച്ചിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് ഇനി നേരെ കോൾ എന്താണെന്ന് നോക്കിയിട്ടില്ല ഗൈസ്. പിന്നെയും വിളിച്ചു നോക്കിയോട്ടെ.
ഹലോ 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 പോലീസ് സ്റ്റേഷനിലാണ് വിളിക്കുന്നത്. താങ്കളെ എന്താണ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട്. എന്താ സാർ കുഴപ്പം? എന്താ പറ. താങ്കൾ ആ ജീട്ടുകാർ കട്ടുണ്ടോയില്ലേ? അത് സാർ ഞാനല്ല. ഒന്നും പറയണ്ട. CCTV ക്യാമറയിൽ അതൊക്കെ കണ്ടിട്ടുണ്ട്. താൻ പെട്ടെന്ന് അങ്ങോട്ട് വാ. അയ്യോ പോലീസ് ഇങ്ങോട്ട് വരുന്ന പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് പോലീസിൻ്റെ അങ്ങോട്ട് പോയിങ്ങാണ്ട് ഹാജരായി സാർ. നല്ലത് നമ്മുടെ ജീറ്റാർ എന്തായാലും കൊടുക്കേണ്ടി വരും. തോന്നുന്നു നമ്മളെ പോലീസ് വിളിച്ചിട്ടുണ്ട്.